ഹലോ, ഇത് ഷെറിന്റെ വീടാണോ? ആ അതെ, സെറിന്റെ വീടാണ്. ആരാ സംസാരിക്കണേ? ഇത് സെറിന്റെ ഉപ്പ. ഉപ്പ, എൻ്റെ പേര് മൊയ്തു. ഞാൻ താലികെട്ട് മാരേജ് ബ്യൂറോന്ന് നമ്പർ തന്നിട്ട് വിളിക്കണേ. ഒന്നുമില്ല, മോളിൽ നിന്ന് കാണാൻ വരാൻ പറ്റുമോ? അയ്യോ, അത് സെറിന്റെ കല്യാണം കഴിഞ്ഞ് അത് അറിയിക്കാൻ പറ്റില്ല. ബ്യൂറോയില് വിളിച്ചറിയിക്കാൻ പറ്റില്ല കേട്ടോ, ശ്രമിക്കണം കേട്ടോ. ആയിക്കോട്ടെ, ഒക്കെ നല്ലേ വരട്ടെ. അല്ല സമയത്താ. സുധരിക്ക് മിനിറ്റേ. ഹലോ, നസ്രിയുടെ വീടാണോ? ഹലോ, നസ്രിയ, എൻ്റെ പേര് മൊയ്തു. ഞാൻ ഇപ്പോൾ സൗദിയിൽ നിന്ന് ലീവിന് വന്നാണേ. മോനെ, ഞമ്മള് ഓളുടെ ഉമ്മയാണ്. ഉമ്മയാ? ഞാൻ എൻ്റെ പേര് മൊയ്തു ആണ്. അപ്പം ഞാൻ മോളെ ഒന്ന് പെണ്ണ് കാണാൻ വേണ്ടി വരാൻ വേണ്ടിയിട്ടേ ഇന്ന് വന്നോട്ടേന്ന് ചോദിക്കുകയാണ്. അല്ലോ, ഓള് സ്റ്റഡി ടൂറിന് പോയി ഡൽഹിക്ക്. അപ്പം എത്ര ദിവസം കഴിഞ്ഞിട്ട് വരൂ? ഒരു 20 ദിവസം കഴിയും. 20 ദിവസമോ? ആ, ഓൾ ഇന്ത്യ ടൂറാണേ. അപ്പോ ഓള് വരുമ്പോ ഞമ്മള് മോനെ അങ്ങോട്ട് വിളിക്കാം. ശരി. ഓള് പോയി വരട്ടെ. അതും പോയി. ആകെ 25 ദിവസം എനിക്ക് ലീവുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഒരു പെണ്ണ് ശരിയായിട്ടൊന്ന് കെട്ടണം ചാച്ചിട്ടാണ്. അടുത്ത വിളിക്ക്. നമ്പർ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് ഏത് ബീറോന്നാ പറഞ്ഞ നീ? ഇതെന്താ താലികെട്ട് മണ്ണാങ്കട്ട അങ്ങനെ എന്തോ ഒരു മണ്ണാങ്കട്ട അല്ല സുഹൃത, താലികെട്ട് വിവാഹ ബ്യൂറോ. മണ്ണാങ്കട്ടാന്ന് എനിക്ക് പെണ്ണിട്ടാത്തോണ്ട് ഞാൻ ദേശത്തിൽ പറഞ്ഞ അവിടെ പോണപ്പോഴേ. അതിന് പെങ്ങളുടെ കല്യാണം ഇനി ശരിയായിട്ടില്ലല്ലോ. ഓളത് ഇപ്പോഴും കഴിഞ്ഞില്ല. ഇതിപ്പോ അവൾക്ക് ഈ ശുദ്ധജാതകം. ഇതാണ് നിങ്ങളെ കുഴപ്പം. നിങ്ങൾ ഈ ജാതകം കെട്ടിപ്പിടിച്ചെന്നാൽ പെണ്ണുങ്ങളൊന്നും പെരന്നിറങ്ങി പോവില്ല കേട്ടോ. നമ്മളിൽ നോക്കി അമ്മ യാതൊരു പ്രശ്നമില്ല. എന്താ ഈ പെണ്ണിട്ടാത്ത? അല്ലെ, കിട്ടാത്തോണ്ട്. ആരാണ്? എന്തേ? നമസ്കാരം. നമസ്കാരം. വരൂ, ഇങ്ങോട്ട് പോന്നോളി. ഇങ്ങോട്ട് പോന്നോ, ഇരിക്കി. നമസ്കാരം. നമസ്കാരം. എന്തേ പോന്ന്? എനിക്ക് ഏ ഒരു കല്യാണം കഴിക്കണം. കഴിച്ചിട്ടുണ്ടോ? ഇല്ല, കല്യാണം കഴിച്ചിട്ടില്ല. അല്ല, അതല്ല, നല്ല സ്മെല്ലും കൂടെ വരണ്ടേ? അത് ശരി. എങ്ങനെയുള്ള ഓർത്ത് വരുമ്പോ ടെൻഷൻ ഉണ്ടോ? പെൺകുട്ടികളെ കാണാൻ വരില്ലേ, അപ്പൊ അതിന് വേണ്ടിട്ട് ഒരുങ്ങിയതാവും അല്ലേ? പെൺകുട്ടികളെ കാണാൻ കാണുമ്പോ അവർക്കൊരു ഇത് വേണ്ടേ. അപ്പോ നമുക്കൊന്ന് കാണാം കുട്ടികളെ. കാണാം. അതിന്റെ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. വിളിച്ചോളി. ആരാ? കുട്ടികളെ വിളിക്കില്ലേ? എന്താ പറയണേ നിങ്ങള്? കുട്ടികളെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വിളിച്ചാൽ നമുക്ക് കണ്ടിട്ട് സെലക്ട് ചെയ്യാം. സുഹൃത്തെ, ഇത് എവിടെ വന്നിട്ടുള്ളതെന്ന് മനസ്സിലായ? മറ്റേ താലി കെട്ടി കൊടുക്കണ താലികെട്ടല്ലേ, താലികെട്ട്. അതിനിവിടെ ഇങ്ങനെ വരുന്നവർക്ക് കാണാൻ വേണ്ടി കുട്ടികളെ അവിടെ കെട്ടിയിട്ടേക്കല്ല കൊണ്ടുവന്ന് കാണിക്കാനേ. നമ്മള് അതിന് വേറെ രീതികളുണ്ട് കേട്ടോ. കുട്ടികളെ കാണാനേ നമ്മൾ ആദ്യം ഇവിടെ പേര് രജിസ്റ്റർ ചെയ്യണോ? രജിസ്റ്റർ ചെയ്യണ്ടല്ലോ. അതെ, കല്യാണം കഴിച്ചാൽ മതി. താലി കെട്ടി കല്യാണം കഴിച്ചാൽ മതി, രജിസ്റ്റർ വേണ്ട. എന്താ പേരെന്താ? പേര് സത്യശീലൻ. എത്ര വരെ പഠിച്ച്? SSLC സെക്കൻഡ് ഇയർ ആണ്. സെക്കൻഡ് ഇയറോ? ഞാൻ 2 വട്ടം പരീക്ഷ എഴുതിയിട്ട് പൊട്ടി. എത്ര വയസ്സെത്ര? വയസ്സിപ്പോ 39 വയസ്സായി. ഇത് ഈ കണ്ണട കട പോത്തുനിന്ന് എടുക്കാറില്ലേ നിങ്ങള്? ചോദിച്ചാ ഇവിടേക്ക് വരുമ്പോ ഒന്ന് ഇങ്ങനെ കുട്ടികളൊക്കെ കാണുമ്പോ ഒരു ഇത് വേണ്ടേ? നന്നായി. അത് വെച്ചതാ. നിങ്ങക്ക് ജോലി എന്താ? നിങ്ങക്ക് ശരിക്കും ജോലി ഇപ്പോ അങ്ങനെ ജോലി എന്ന് പറയാനില്ല. ജോലിയില്ലേ? ജോലിയുണ്ട്, പക്ഷേ ഒരുപാട് ജോലികളുണ്ട്. അല്ല അതിലത്തെ ഒരെണ്ണം പറയും. ഒരെണ്ണം അപ്പൊ ഞാൻ പടവിന് പോവും.
ആ ഈ വാർക്കപ്പണി ആ ആ ആ അതിന് പോകും. പിന്നെ ചെത്തുണ്ട്. ഇങ്ങനെ ചെത്തി കിടക്ക്. ചെത്തില്ലേ? ആ കള്ളേത്ത് ഇന്ന പണിയൊന്നുമില്ല, എല്ലാവരും ചെയ്യും. എല്ലാവരും ചെയ്യും. അത് ശരി. അപ്പൊ എന്തായാലും ഞാനേ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് പറ്റൊരു പെൺകുട്ടീനെ ഞാൻ ആലോചിക്കാം, നോക്കട്ടെ. അപ്പൊ ഇവിടെ ഈ രജിസ്ട്രേഷൻ ഫീ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്, ആ ഒരു പൈസ അടക്കണം. ഒരു 1500 ഇവിടെ രജിസ്ട്രേഷൻ ചെയ്യണം. അതൊരു ലേശം കുറയ്ക്കാൻ പറ്റുമോ? കുറച്ച് കുറയ്ക്കാൻ പറ്റുമോ ചോദിക്കാം. കുട്ടീനെ കുട്ടീനല്ല, കുട്ടീനെ കുറയ്ക്കാൻ പറ്റിയ കുട്ടികൾ എന്താ പൈസ കുറഞ്ഞ പ്രശ്നം എന്താ വെച്ചാ കുട്ടിയുടെ വയസ്സ് കൂടും. അത് വേണ്ട. 50-55 ഒക്കെ ആവും. 1500 നമ്മൾ ഉറപ്പിച്ചു. 1500 എത്ര തന്നാ ഇങ്ങനെ അഞ്ഞൂറില്ല. 500 ആവശ്യം. 1000, 1200, 1300, 1400. ഇതിലുണ്ട്. ഇതൊക്കെ നിങ്ങൾ വെച്ചോ. അല്ല, അത് കൂടി വെച്ചോ. അല്ല ഇവിടെ നമ്മള് കറക്റ്റ് രജിസ്ട്രേഷൻ ഒക്കെ സത്യസന്ധമായിട്ടാണ് പോകുള്ളൂ ഇവിടെ. പിന്നെ 1500 ഉണ്ട് ഇതില്. ഞങ്ങള് ജാതകൊക്കെ കൊണ്ടുവന്നോളി. ഇവിടെ നമുക്ക് അതൊക്കെ നോക്കി അവരുടെ ജാതകൊക്കെ നോക്കി ഒത്ത് പൂവ് വെച്ചെങ്കിൽ നമുക്കത് കാര്യങ്ങൾ ഉറപ്പിക്കാം. ഞാൻ ഒന്നുകൂടി ചോദിക്കുന്നു. എന്താ? അത് അവർക്കൊരു കുട്ടിയുണ്ട്, ഇവിടെ സ്റ്റാഫാണ്. അങ്ങനെ സംസാരിക്കരുത് കേട്ടോ. ഒരു സ്ഥലത്ത് നിങ്ങള് ഒരു മര്യാദ രീതി അല്ല ഞാൻ പറയണ, അത് വെച്ച് ഞാൻ സംസാരിക്കാം. ആയിക്കോട്ടെ. ഇല്ല അത് മനസ്സിൽ വെച്ചിട്ട് കാര്യമില്ല. ഇല്ല. ആയിക്കോട്ടെ സാറേ, വേഗം നോക്കണം. പിന്നെന്താ, പെട്ടെന്ന് നോക്കാം. വീട്ടുപേര് പറമ്പത്തൊടിയിൽ. ഫോൺ ഉണ്ടോ? മൊബൈൽ. അപ്പൊ എങ്ങനെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യും? ഞാൻ പുറക്ക് വരാം. നാളെ മറ്റന്നൊക്കെ വരാം. അത് വേണ്ട, അടുത്ത വീട്ടിലെ ആരുടെങ്കിലും. എന്റെ ഒരു കൂട്ടുകാരൻ്റെ നമ്പർ ഉണ്ട്, അതിലാണ് വിളിക്കുന്നത്. എന്നാ പറഞ്ഞു. എപ്പോഴും വരണ്ടല്ലോ. പറഞ്ഞു. 94980802. ഇപ്പൊ എത്ര നമ്പറായി? ഇതിപ്പോ 8 ആയുള്ളൂ. 801. 022011. ഇനി വേറൊരു കാര്യം എന്താ അറിയോ സാറേ, ഈ നമ്പറിൽ വിളിക്കലോ, എന്നെ വിളിക്കില്ലേ? വിളിക്കുമ്പോ കല്യാണത്തിന്റെ ആവശ്യമായിട്ട് വിളിക്കുകയാണെന്ന് പറയണ്ട. അവരോട് പറയണ്ട, അവരത് മുടക്കും. കാരണം എന്നോട് ലേശം ഇതുള്ള ആളാണ്. പക്ഷെ ഇതൊക്കെ പറയും, ഫോണൊക്കെ വിളിച്ചാൽ അപ്പൊ പറയും. ആയിക്കോട്ടെ. അത് വേറൊരു ഞങ്ങളുടെ ഒരു ഇതാണ്. അവരെ കണ്ണില് കയ്യൂത്തണ്ട. അപ്പൊ പോയാലോ? ആയിക്കോട്ടെ കേട്ടോ. ശരി. അപ്പൊ ശരി. വേഗം അതെ, നേരെ പോയിക്കോ. എന്താ ചെയ്യല? കണ്ണട കണ്ട ഒരു മനുഷ്യൻ പെണ്ണു കൊടുക്കും. അത് ആലോചിച്ചു. നമ്മളൊക്കെ കാണാനില്ല കണ്ണടയില്.